ഒരു മാസ ഡയലോഗ് ഉണ്ട് അതിൽ. ആക്ച്വലി ഷോർട്ടാണ്, വളരെ ഷോർട്ടാണ്. നമുക്ക് അതിൽ ഒരു ആൻഡ്രൂ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ആൻഡ്രൂ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് ഒരു ചോദ്യമുണ്ട്, ഞാനൊന്ന് ഇടപെട്ടോട്ടെ ചെറുതായിട്ട്, അത്രേ ഉള്ളൂ. ഞാൻ ഇടപെട്ടോട്ടെ ചെറുതായിട്ട്. അത് അറബിക്കിലാകുമ്പോഴത്തേക്ക് മുംകിൻ ദഖൽ എന്ന് വെച്ചാൽ ഞാൻ ഇടപെട്ടോട്ടെ അൽ ഖഫീഫ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ അതിന്റെ ആ വൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തിയേറ്ററിൽ വരുമ്പോൾ അത് എനിക്ക് ആ പോർഷന് വെയിറ്റ് ചെയ്യാൻ കാണാൻ വേണ്ടി. ബീങ് എ മലയാളി ഇത്ര ഫ്ലുവന്റ് ആയിട്ട് അറബിക് സംസാരിക്കുന്നത് ഭയങ്കര യുണീക്കാണ്. അപ്പൊ ആ ഒരു പ്രൊഫഷൻസി അച്ചീവ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി ഞാൻ പഠിച്ചത് ലാംഗ്വേജ് പഠിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും സ്കൂളിലൊന്നും അല്ല, ഫ്രണ്ട്സിൻ്റെ ആയിരുന്നു. സോ അങ്ങനെ പഠിച്ചത് കൊണ്ടാണ് ഫ്ലുവൻ്റ് ആയത്. ഇല്ലെങ്കിൽ ഐ ആം ഷുവർ ദാറ്റ് നമ്മളൊരു ക്ലാസ്സിൽ പോയി പഠിച്ചിരുന്നെങ്കിൽ സന്ദർഭം അനുസരിച്ച് നമുക്ക് ഫ്ലുവൻസി കിട്ടില്ല. കാരണം നമ്മൾ ആലോചിക്കും ഈ സന്ദർഭത്തിൽ നിന്ന് ഏത് വാക്കാണ് സാർ പഠിപ്പിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ ആലോചിക്കും. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന പോലെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തെറ്റുമോ എന്നൊരു പേടി വരും. സോ ഫ്രണ്ട്സ് ആയതുകൊണ്ട് വി ഡോണ്ട് ഹാവ് ദാറ്റ് ഇത്. കാരണം എല്ലാ സന്ദർഭം നമ്മൾ ഓൾമോസ്റ്റ് ജീവിച്ചു കഴിഞ്ഞു, എക്സ്പീരിയൻസ് കഴിഞ്ഞു. സോ ആ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ലാംഗ്വേജ് ആണ് എനിക്ക് അറബിക്ക്. യൂഷ്വലി ഫുട്ബോളെന്നും പിന്നെ എൻ്റെ നെയ്ബർഹുഡ് മൊത്തം അവർ തന്നെയായിരുന്നു, അറബ്സ് ആയിരുന്നു. സോ അങ്ങനെ പഠിച്ചത്, അങ്ങനെയാണ് ഫ്ലുവൻ്റ് ആയത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും റെസ്പോൺസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. നമുക്ക് സ്റ്റുഡിയോ വിസിറ്റ് ഉണ്ടായിരുന്നു. ഷുബിയുടെ സ്റ്റുഡിയോ വിസിറ്റ് ആൻഡ് ദെൻ സ്റ്റുഡിയോ വിസിറ്റ് ഇടയ്ക്ക് ഡയലോഗുകൾ കേട്ടു. ദെൻ ഹി സ്മൈൽഡ് അറ്റ് വൺ ഓഫ് ദ ക്ലിപ്സ്. അത് കണ്ടപ്പോൾ എനിക്ക് തൃപ്തിയായി. പിന്നെ വി ഹാഡ് ടു ടേക്ക് എ ഫ്യൂ ഡയലോഗ്സ്. ഒരു ചില ഭാഗം നമ്മൾ വീണ്ടും എടുത്ത് ചെയ്തു. അപ്പോൾ തന്നെ ഹി വാസ് ഹാപ്പി. അപ്പോൾ ഒരു ടീമിന്റെ കൂടെ ഉണ്ടായിരുന്ന ടർബോയുടെ അറബിക് റീമേക്കിൽ ഡബ് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നവരായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? അവര് സത്യം പറഞ്ഞാലോ അവര് ആക്ച്വലി മലയാളികൾ പോലെ എനിക്ക് തോന്നിയത്. നൂറാൻ മറിയും അവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. സോ ദുവർ ലൈക്ക് നല്ല പച്ച മലയാളം പറയും അവർ, നമ്മളെ പോലെ തന്നെ. അപ്പോൾ അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ലൈക്ക് വെരി നൈസ് വൈബ്. അവർ നമ്മൾ ഒരുമിച്ചാണ് എല്ലാ സീനും നമ്മൾ പറഞ്ഞ് ഡയലോഗ് ചെക്ക് ചെയ്ത് ഈ വാക്ക് മതി ആ വാക്ക് മതി എന്ന് കൺഫേം ആയിട്ടാണ് നമ്മൾ ചെയ്തത്. സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ നോക്കി വായിക്കുകയല്ലായിരുന്നു. സോ ചിലപ്പോൾ സീന് കാണുമ്പോൾ സ്ക്രിപ്റ്റിന്റെ ലൈൻ ശരിയാവില്ല. സോ വിൽ ഡിസ്കസ് ദാറ്റ് ലൈൻ, വിൽ മേക്ക് ഇറ്റ് റൈറ്റ് ആൻഡ് ദാറ്റ്. സോ നൂറാൻ മറിയം ദർ ലൈക്ക് വെരി ഡ്രീം ടീം എന്ന് ഞാൻ പറയും. അമേസിംഗ് എക്സ്പീരിയൻസ്.